കാൽനടയായി വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിന്നെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോന്നാൽ നേരെ മംഗലാപുരത്തി എന്ന് ഇറങ്ങാം. അതല്ലെങ്കിൽ ട്രെയിനിന് പോയിക്കാണെങ്കിൽ അവിടെ പോയി ഇറങ്ങാം. ബസ്സിന് പോവാം. കാറ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ വെറുതെ നടന്ന് ബുദ്ധിമുട്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ അതിനെ അംഗീകരിക്കാം. പക്ഷേ ഞാൻ ദുആ ചെയ്യാണ്. ജിഫ്രി തങ്ങളുടെ ആലപ്പുഴയിലെ സ്വീകരണ സമ്മേളനത്തിൽ രസകരമായ ഒരു സംഭാഷണം നടക്കുകയുണ്ടായി. ജിഫ്രി തങ്ങൾ പറഞ്ഞത് 2 പേർ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കായംകുളത്തുകാരായ 2 പേർ കുനിയയിലേക്ക് നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നു. അതും തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് ഇവർ അവിടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ജിഫ്രി തങ്ങൾ കൊടുത്തൊരു മറുപടി, ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്, വിമാനമാർഗം ഉപയോഗിക്കാം, ട്രെയിൻ ഉപയോഗിക്കാം, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതിനെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ നിങ്ങളത് പരിശ്രമിക്കണമെന്നേ ഞാൻ പറയൂ. എന്നാലും നിങ്ങളുടെ ഉദ്യമത്തിന് ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനയും പിന്തുണയും എന്ന് പറഞ്ഞ ആ 2 പേർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. പേരെന്തായിരുന്നു? മുഹമ്മദ് സലീം അസ്ലമി, മുഹമ്മദ് ജുനൈദ് മന്നാനി. 2 പേരും കായംകുളത്തുകാരാണ്. എന്താ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? നമ്മുടെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ സമസ്തയോടുള്ളൊരാഗ്രഹവും ആവേശവും കൊണ്ട് മനസ്സിൽ അന്നുണ്ടായ ഒരു തീരുമാനമാണ് നമ്മളാൽ കഴിയുന്ന ഒരു പ്രചാരണം ഈ സമ്മേളനത്തിന് നൽകണമെന്ന്. അപ്പം അങ്ങനെ അൽഹംദുലില്ലാ വേറെ സാമ്പത്തികമായൊന്നും ചിലവാക്കാൻ നമ്മളെ കൊണ്ടില്ല. അപ്പോൾ പിന്നെ നമ്മളാൽ കഴിയുന്ന ഒന്നിതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. അതിന് മനസ്സുകൊണ്ടൊക്കെ ഇപ്പോൾ തയ്യാറായോ? നടക്കാന്ന് പറഞ്ഞാൽ എത്ര ദിവസം? ജനുവരി 1 ഏകദേശം ജനുവരി 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 600 കിലോമീറ്റർ ഉണ്ട്. ഒരു ദിവസം എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര സമയം? നിശ്ചയിച്ചിങ്ങനെ 20 കിലോമീറ്ററാണ്. പിന്നെ സ്ഥലങ്ങളിൽ നമ്മൾ കിടക്കുന്ന ഉദ്ദേശിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കിലോമീറ്റർ കൂടും കുറയുകയൊക്കെ ചെയ്യും. ക്യാമ്പിലേക്ക് എത്തില്ല നിങ്ങൾ? പൊതുസമ്മേളനം ക്യാമ്പിലേക്ക് തന്നെ എത്തും. നമ്മൾ 20 കിലോമീറ്റർ മാത്രം വരുന്ന സമയത്ത് ക്യാമ്പിൽ എത്തുമോ? ഇൻഷാല്ലാ ഫെബ്രുവരി 1-2 നമ്മൾ എന്തായാലും സമ്മേളന നഗരിയിൽ എത്തിയിരിക്കും ഇൻഷാല്ലാ. ഓക്കെ. അപ്പോൾ ജനുവരിയിലാണ് നിങ്ങളുടെ യാത്ര? ജനുവരി 1 നിങ്ങളുടെ യാത്ര ആരംഭിക്കും. അപ്പോൾ നിങ്ങളുടെ യാത്ര ഒരു സമാപനം കൂടിയാണ്. സോറി, ഞാൻ ഫെബ്രുവരി 1 എന്നാണ് എൻ്റെ മനസ്സിലേക്ക് കയറി കിടക്കുന്നത്. ജനുവരി 1 തീയതി തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഇൻഷാല്ലാ ആരംഭിച്ച് ജനുവരി 31 ഏകദേശം നമ്മൾ അവിടെ കുണിയിലെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കറക്റ്റ് ആക്കിയിരിക്കുന്നത് ഇൻഷാല്ലാ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും റെസ്റ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നാലും ഒരു 4 ദിവസം അധികം നമ്മളിൽ ഉണ്ട്. നമ്മളൊരു നല്ല ആത്മാർത്ഥമായ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുത്തുകൊണ്ടാണ് ഇതിനുവേണ്ടി നിൽക്കുന്നത്. ഇൻഷാല്ലാ എല്ലാവരുടെയും ദുആ ഉണ്ടാവണം എന്ന് പ്രത്യേകം. തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര ഒരു നടന്നു പോകുന്ന വഴികളിൽ നിങ്ങളൊരു കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷിയാറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട്? നമ്മളാൽ തയ്യാറാക്കിയിട്ട് ഒരു കൊടയുണ്ട്. 2 ആളും കൊട പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കൊടയിൽ 8 കള്ളികളിൽ വ്യത്യസ്തമായ രീതിയിൽ സമസ്തയുടെ പരസ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുല്ലക്കോയത്തങ്ങൾ മുതൽ മുത്തുക്കോയത്തങ്ങൾ വരെ എന്ന ഒരു ക്യാപ്ഷന് മുതൽ കൊടുത്ത് അങ്ങനെ ഒരു പ്രത്യേകമായ കൊട ഞങ്ങൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമായിട്ടാണ് ഇൻഷാല്ലാ യാത്ര. പിന്നെ അതുപോലെ തന്നെ തങ്ങളിപ്പോൾ ഒരു പതാക നമുക്ക് കൈമാറി, അതും ഇൻഷാല്ലാ കയ്യിലുണ്ടാകും. ഇൻഷാല്ലാ ഏതായാലും തങ്ങൾ പറഞ്ഞ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ആ യാത്രയാണ്, സൂക്ഷിക്കുക, കെയർ ചെയ്ത് പോവുക, വിജയത്തിലേക്ക് എത്തുക, ആരോഗ്യമൊക്കെ സൂക്ഷിക്കുക, അതിനുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുക. വെറും കൈയോട് കൂടിയിട്ട് പോകരുത്, അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. എന്താ നിങ്ങളെന്തോന്നും പറഞ്ഞല്ലോ, എന്താ സംഭവം മനസ്സിലായില്ല? സമസ്തയുള്ള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ റിട്ടയർഡായ മുഫത്തിഷാണ് ഞാൻ എൻ്റെ വീടിൻ്റെ കുടുംബ അന്തരീക്ഷം സമസ്തയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ കുട്ടികൾക്ക് അതിന് പ്രചോദനം നൽകിക്കൊണ്ടാണ്. ഇവർ നിങ്ങളാരാണ്? എൻ്റെ മകൻ, എൻ്റെ മകനാണ് സലീം. അതെ, ഞാൻ ഇവര് നടക്കാൻ പോകുന്നു. നടക്കാൻ എൻ്റെ മകനാണ്. അപ്പോൾ നടക്കാന്നൊക്കെ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞോ വേണ്ടാന്ന് പറഞ്ഞു? ഇല്ലില്ല, ഞാൻ പ്രോത്സാഹിപ്പിച്ചു. സമസ്തയുടെ ആശയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബസമേതം സമസ്തക്കാരാണ്. എൻ്റെ മൂത്തമൻ ബാക്കവിയാണ്. അയാൾ സമസ്തയുടെ MSR ഉള്ള അവിടുത്തെ പഴയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവരുടെ യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും ഇൻഷാ അല്ലാ. പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളും പോയിരുന്നു. പറ്റൂല, വയസ്സായില്ലേ. നമുക്ക് വാഹനത്തിൽ സമ്മേളനത്തിനൊക്കെ പോവാം. വയസ്സാണെന്ന് വരുന്നുണ്ട്, സമ്മേളനത്തിനും ക്യാമ്പിലും വരുന്നുണ്ട്. അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. ഓക്കെ, ശരി.